ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ. എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ അത് ഭയങ്കര അവിടെ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നടനും MLA-യുമായ മുകേഷിന്റെ ഒരു ഫോൺ കോൾ സംഭാഷണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുഴങ്ങുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നിയത്. ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ മുകേഷ് ചേട്ടന്റെ ഫോൺ കോൾ പണ്ടേ വൈറലാണല്ലോ. പണ്ട് പച്ചപ്പാതിരാക്ക് ഒരുത്തനെ വിളിച്ചിട്ട് അന്തസ് വേണോടാ മലരെ എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ കോൾ ഒന്നും മറന്നിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. നമ്മളിപ്പോ കേൾക്കാൻ പോകുന്ന ഒരു ഫോൺ കോളും കുറച്ച് പഴയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കൊറോണ ടൈമിലുള്ള ഒരു ഫോൺ കോൾ ആണെന്ന് തോന്നുന്നു. കാര്യം അതിനകത്ത് കണ്ടെയ്ൻമെന്റ് സോണ്, പിന്നെ കൊറോണ, അങ്ങനെ ക്വാറന്റൈൻ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇത് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ ഫോൺ കോളിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, അപ്പുറത്ത് സംസാരിക്കുന്ന ഒരു പെണ്ണാണ്, അശ്വതി എന്നാണ് പേര്. രണ്ടുപേരും കുറച്ച് പൈങ്കിളിയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ സ്ത്രീ വിഷയത്തിൽ മുകേഷ് ചേട്ടന്റെ ആ ഒരു ഇത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് കേട്ടു നോക്കാം. ഹലോ, അങ്ങനെ ചോദിക്കും മുകേഷ് ചേട്ടാ. അല്ലേലും ഇവളുമാരുടെയൊക്കെ സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കൂല. അങ്ങനെയാണ് പൊതുവെ ആണുങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവളെന്താ കാരണം പറയുന്നതെന്ന് കേട്ടാലോ. ഇന്നലെ രാത്രി വിളിച്ചേ, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയെന്ന്. അന്തസ് വേണമടി, അന്തസ്. ഈ പാതിരാത്രിയിലാണോ കിടന്നുറങ്ങുന്നത്? പാതിരാത്രി ഒരുത്തം കിടന്ന് വിളിക്കുമ്പോ അവളുടെ ഒരു ഉറക്കം നല്ല ശരിക്കും ഇപ്പൊ മുകേഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടും. എന്തായാലും നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. കേട്ടില്ലേ? 4 തെറി പ്രതീക്ഷിച്ച നമുക്ക് കിട്ടിയത് ഓഞ്ഞ മൂളല് മാത്രം. അപ്പൊ ഇനി പ്രതീക്ഷിക്കേണ്ട തെറി വിളിക്കുമെന്ന്. അപ്പൊ എന്തായാലും പുള്ളിക്കാരന് നല്ല റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. ബാക്കി കൂടെ കേട്ടു നോക്കാം. എവിടെ? ഹലോ, എന്താ മുകേഷ് ചേട്ടാ മറുപടി പറയാനൊക്കെ ഒരു താമസം? ഇന്നലെ രാത്രി ഫോൺ എടുക്കാത്തോണ്ടുള്ള കണക്കാണോ? ഇങ്ങനെ പെണങ്ങല്ലേ മുത്തേ. ഏട്ടന്റെ ഭാവ വന്നല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് വരട്ടെ എന്തോ കോഡ് ഭാഷയാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോ ഇനി ഓംക്രീം കുട്ടിച്ചാത്താന്ന് പറയുന്ന പോലെ ഓംക്രീം മുകേഷ് ചേട്ടാന്ന് പറയുമ്പോ വന്ന് നിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് മുകേഷ് ചേട്ടൻ. ചിലപ്പോ അങ്ങനെ ആയിക്കൂടായികയില്ല. എന്നടുത്ത് ഹലോ, ഒരു 10 ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ സംഭവം ഇതിനകത്ത് വരട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോ കോളിൽ വരാനാണെന്ന് തോന്നുന്നു. പക്ഷെ അക്ഷതി മോളുടെ കൂടെ വേറെ ആരോ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര കഷ്ടം തന്നെയാണ്. ഇന്നലെ രാത്രി വിളിച്ചപ്പോ കോൾ എടുത്തില്ല. പിന്നെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂടെ ആരോ ഉണ്ട്, അതുകൊണ്ട് കോൾ എടുക്കാനും പറ്റില്ല എന്നൊക്കെ. ഇറങ്ങുന്ന കാര്യം പാടാണ്. എന്തായാലും ആ ഒരു ഫോൺ കോൾ അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോൺ കോൾ കൂടെ ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. രാവിലെ വിളിച്ചിട്ട് വീട്ടിൽ കിടന്നാലും വിളിച്ചാൽ ഞാൻ എന്തോ ചെയ്യാന്ന് പറയാം. ഇന്നലെ പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. എന്ത് പണിയാണ് മുകേഷ് ചേട്ടൻ കാണിക്കുന്നത്? ഈ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന പെൺപിള്ളേരുടെ അടുത്തൊക്കെ പെട്ടെന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്നതല്ല വല്ല കാര്യമാണോ? ഈയിടെയായിട്ട് തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഭയങ്കര ധൃതിയാണ്. 5:15 ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്ത. ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റെങ്കിലും ആവട്ടെ കേട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള ഓഫർ ആയിരുന്നു. ഇതങ്ങനെ തട്ടിക്കളയല്ലേ മോളെ. പുള്ളിക്കാരൻ പറഞ്ഞു എന്തോ വെറുതെ ഒന്ന് വന്ന് നിന്നാൽ മാത്രം മതി എന്നല്ലേ. പുള്ളിക്കാരി ഭയങ്കര ഉഴപ്പലാണ് കേട്ടോ. ഇത്രയും തിരക്കുള്ള ഒരു നടൻ, അതും MLA, നീ കാണിക്കുന്നത് ശരിയാണോ? എന്തായാലും പാവമല്ലേ മുകേഷ്. ഈ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ എവിടെ പോയി കഴുകിക്കളയോ എന്തോ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ. എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ അവിടെ. അശ്വതി ചേച്ചി അങ്ങനെ പണി പറ്റിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ അശ്വതി എന്ന് പറയുന്ന പേരുള്ള ആരെയും വിശ്വസിക്കരുത്. അതാണ് അശ്വതി അച്ഛനെ ഉദ്ദേശിച്ചായിട്ടാ പറഞ്ഞത്. എത്ര ആൾക്കാർ ഈ അശ്വതി അച്ഛന്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ഈ അശ്വതി അച്ഛൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരിയാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും കോഴിത്തരത്തിന്
മാസ്റ്റർ ഡിഗ്രി എടുത്ത മുകേഷ് ഏട്ടൻ ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് വിചാരിച്ച വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ. ബാക്കിയും കൂടെ കാണാം. അതല്ല, ഈ പറയുന്നത് ഭയങ്കര വരികിടയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 11 മണിയങ്ങാണ്ട് കഴിയുമ്പോ മുകേഷേട്ടൻ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുണ്ട്, ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ കോട്ടയം ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടി പടച്ചാത്. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്തായാലും ഭയങ്കര രസമായി കേട്ടോ. ഞാന് എന്തെല്ലാം പരിപാടികളും എല്ലാം ഞാൻ അവരെ കാല് പിടിച്ച് നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോളൂ, കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ, ഒന്നും കഴിച്ചിട്ടില്ല, ഒരു വക കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് മുകേഷ് ഏട്ടൻ. ഭക്ഷണം പോലും കഴിക്കാതെയാണ് എന്റെ അശ്വതിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ജീവിതത്തിൽ ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ ആർക്കാണ് കഴിയുക? ശരിക്കും പറഞ്ഞ കൊല്ലംകാരുടെ തനി സ്വഭാവം നിനക്ക് അറിയാനിട്ട് അശ്വതി. എന്തായാലും കാര്യം കഴിയട്ടെ, അപ്പൊ അറിയാം നിനക്ക് മുകേഷ് ഏട്ടന്റെ തനി സ്വഭാവം. ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല. ഞാൻ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ ഇതിന്റെ വരുന്നത്. ഇല്ലില്ല, അതൊക്കെ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു. വെറും വളരെ വിലയല്ലേ നീ എനിക്ക് തന്നത് എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുകേഷ് ഏട്ടന്റെ തനി സ്വഭാവത്തിന് ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പുറത്തൊരു പെണ്ണായതുകൊണ്ടും ആവശ്യം മുകേഷ് ഏട്ടന്റെ ആയതുകൊണ്ടും മാത്രമാണ് ആ പെണ്ണ് രക്ഷപ്പെട്ടത്. അല്ലാതെ മുകേഷ് ഏട്ടനെ പോലെ ഒരാളെ ഇങ്ങനെ പുറകെ നടന്ന് കളിപ്പിച്ചിട്ട്, എന്നാലും മുകേഷ് ഏട്ടനെ പോലെ ഒരാളെ നീ പിറകെ നടത്തി കളിപ്പിച്ചല്ലോ. എന്തായാലും രണ്ടാളും പരസ്പര സമ്മതത്തോടെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും മുകേഷ് ഏട്ടനെ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് ഈ പെണ്ണ്. ബാക്കിയും കൂടെ കാണാം. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. 1 മണി വരെ 2 മണിയായിട്ട് മുകേഷ് എന്നെ വിളിച്ചു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇല്ലല്ലോ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു, ക്വാറന്റൈനിലുള്ള. അവിടെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിച്ചിട്ട് പാവം, എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാന്ന് വെച്ച് പറയും. അതായത് ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ഞാൻ ഇപ്പൊ തന്നെ ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാൻ നീ എന്താ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക്. അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്? ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? മണി എത്രയെന്നറിയാം? 3:30. ഞാൻ ഇവിടെ ഇറങ്ങും. 5 മണിയാകുമ്പോ ഞാനും എത്തും. എനിക്ക് തോന്നുന്നില്ല. മുകേഷ് ഏട്ടൻ സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന കാര്യം ഇങ്ങനെ ഞാൻ മനസ്സിലാലോചിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഇതിപ്പോ 4 ദിവസം തീർക്കേണ്ട പണിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർത്തു. പച്ചവെള്ളം കുടിക്കാതെ ഓടടാ ഓട്ടം. എന്തായാലും ഓരോ ഫയല് ഒപ്പിടുമ്പോഴും മുകേഷ് ഏട്ടന്റെ മനസ്സിൽ അശ്വതി മാത്രമായിരിക്കും. എന്തായാലും എത്ര പെണ്ണുങ്ങളെ വളർത്തിയ ആളാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. എനിക്ക് തോന്നി ഈ അശ്വതിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പിൽ പെടുത്തി പൈസ തട്ടാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ആട്ടെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.